എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂർ ചുങ്കത്തറയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത്. ഇതിൽ ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സെപ്റ്റംബർ 4-ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട കാര്യമാണ് 21 ദിവസങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. വീണിടത്ത് കിടന്ന് ഉരുളുന്ന പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നത്. തൃശൂർ പൂരം കലക്കിയത് ADGP തന്നെയാണ്. ഇത് അന്വേഷിക്കുന്നത് അജിത് കുമാർ തന്നെയാണ്. മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പോലീസ് അകമ്പടിയോടെ സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മെയ് മാസത്തിലാണ് 2023 മെയ് മാസത്തിലാണ് ഈ അജിത് കുമാർ അദ്ദേഹത്തെ കണ്ടത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം അദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്ന, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയുമായി 1 മണിക്കൂർ സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടിയിട്ട് ഇപ്പോൾ 15 മാസമായി. എന്തേ അന്വേഷിക്കായിരുന്നു? ഒരു ഡൊമസ്റ്റിക് എൻക്വയറി എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയോ? DGP ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി DGPയെ വിളിച്ചത്? ഉടനെ തന്നെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയെ പറ്റുള്ളൂ. അല്ലാതെ വേറെ അന്വേഷണത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം ഇതൊരു ഇപ്പൊ ആരോ പറയും ജുഡീഷ്യൽ അന്വേഷണം വേണം. ജുഡീഷ്യൽ അന്വേഷണത്തിന് നടത്താൻ ഇതൊരു ക്രൈം അല്ലല്ലോ. ഇതൊരു IPC പ്രകാരമുള്ള ഒരു ക്രൈം അല്ലല്ലോ. ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അലിഗേഷനാണ് ഉന്നയിച്ചത്. ADGP ഒരു ക്രൈം ചെയ്തോന്നല്ല ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ചെന്ന് കണ്ട് BJPയെ ജയിപ്പിക്കാനുള്ള എല്ലാ സഹായം ചെയ്തവരെ ഇങ്ങോട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മനസ്സിലായി? വേണമെങ്കിൽ ഒരു ക്രൈം ഉണ്ടാക്കാം. എങ്ങനെ? ഈ കേസ് അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടി സെൻട്രൽ ഏജൻസീസിന്റെ അന്വേഷണത്തെ, അത് ഉദ്യോഗസ്ഥരൊന്നും അല്ല കണ്ടാക്കി. അപ്പൊ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം 15 മാസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണവും കഴിഞ്ഞ 21 ദിവസമായിട്ട് അന്വേഷിക്കാതിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അജിത് കുമാർ പോയത് എന്നത് തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. ADGP RSS നേതാക്കളെ കണ്ടത് വിജയിപ്പിക്കാൻ സഹായിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കൈമാറാനാണ്. ഈ ഉറപ്പ് പാലിക്കാനാണ് പൂരം കലക്കിയത്. അജിത് കുമാർ പൂരം കലക്കിയ ദിവസം സ്ഥലത്തുണ്ടായിരുന്നതായി പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്. PV അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. LDFന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് എതിരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആരെയോ വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, ഞാൻ രഞ്ജിത്തിന്റെ കേസ് വന്നപ്പോൾ പറഞ്ഞു രഞ്ജിത്ത് രാജിവെച്ച് ഒഴിയേണ്ടതാണ്, മുകേഷും രാജിവെച്ച് ഒഴിയേണ്ടതാണ്. ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് CPM പോലത്തെ ഒരു പാർട്ടി, CPM നേരത്തെ തൊട്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ആദ്യം പോലെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഒരാളെ മാത്രമല്ല, ഒരുപാട് ആളുകളെ. ഞാൻ ആദ്യം പറഞ്ഞത് ആരാ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമല്ലേ? ഇന്നലെ ആരാ പറഞ്ഞത്? വീണ്ടും ഹൈക്കോടതി 4.5 വർഷക്കാലം ഒളിച്ചു വെച്ചു. ഞങ്ങൾ പറഞ്ഞ അതേ കാര്യം. ഞങ്ങൾ പറഞ്ഞു ഈ വനിതാ IPS ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അന്വേഷണം വെച്ചു, കൂടെ 2 മെയിൽ ഓഫീസർമാരെയും വെച്ചു. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു അതുപോരാ,
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തതെന്നാണ്. ഒഫൻസ് കമ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാതെ വേറെ യാതൊരു നിവൃത്തിയില്ല, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു, അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹൈക്കോടതി ഇടപെട്ടു അല്ലേ. എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം ഹൈക്കോടതി പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സീരിയസ് ആണ്, സീരീസ് ഓഫ് ഒഫൻസസ് ഹാവ് ബീൻ കമ്മിറ്റഡ് എന്ന് തെളിവാണ്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇൻഫർമേഷനാണ്. എപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ആരുടെ മുമ്പിൽ ആ ഇൻഫർമേഷൻ കിട്ടിയ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണം. ഞാൻ പോക്സോ ആക്ട്, BNCC, BNS, BNSS എല്ലാ ആക്റ്റും വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് അന്വേഷിക്കാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, 6 മാസം തടവിന് പോകേണ്ട കുറ്റമാണ്. എന്താണ് നിലപാട്? അത് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളും കാര്യങ്ങളും നടക്കുകയാണ്. Super absorbent. Poppy's Diapers.